താങ്കൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ജയതിലകിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ടല്ലോ. അതിന് എന്തെങ്കിലും ആക്ഷനോ അത് വേറെ നടപടിയോ എന്തെങ്കിലും വിഷയമാണ്. എടുത്തിട്ടുണ്ടോ? അത് വേറെയാണ്. അതെന്താന്ന് വെച്ചാൽ ഇദ്ദേഹം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതും ഇദ്ദേഹത്തിൻ്റെ ഞങ്ങൾക്ക് ആനുവൽ പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യണം എല്ലാ വർഷവും. നമ്മുടെ സ്വത്ത് വിവരങ്ങൾ ഫയൽ ചെയ്യണം. അപ്പോൾ ഇദ്ദേഹം ഫയൽ ചെയ്തതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും എടുത്ത് നോക്കാം. IPR ഓഫീസർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇദ്ദേഹം വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വ്യാജമായിട്ടുള്ള റിട്ടേൺസ് ആണ്. സർക്കാരിൽ കൊടുക്കുന്നത് കള്ളമാണ്. അപ്പോൾ ഇദ്ദേഹം ഒപ്പിട്ട് അത് തെളിയിക്കാനുള്ള രേഖകളൊക്കെ താങ്കളിലുണ്ടോ? ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. കാരണം ഇദ്ദേഹം പറയുന്ന ഈ പ്രോപ്പർട്ടീസ് ഓരോന്നിൻ്റെയും എടുത്ത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാൽ മതി. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രോപ്പർട്ടി റിട്ടേണും തെറ്റാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ പേരിൽ 1/3 അംശം മാത്രം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കള്ളമാണ്. ഇദ്ദേഹത്തിന് അതിൽ നിന്ന് വരുമാനമില്ല എന്ന് പറയുന്നു. ഇത് ഒരു സ്വകാര്യ സംരംഭകയായിട്ട് ചേർന്നിട്ട് അവിടെ വ്യവസായം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടില്ല. പാസ്പോർട്ട് റൂൾ ഇതൊക്കെ അറിയിക്കണം എന്നാണ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് ഒരു ആക്ടിവിസ്റ്റ് വിജിലൻസിൽ കേസ് കൊടുത്തു. അങ്ങനെയാണിത് ഞാൻ അറിയുന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഡീറ്റെയിൽസൊക്കെ അയച്ചു. ഞാൻ നോക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള മാറ്ററാണ്. അപ്പോൾ വിജിലൻസിൽ മാത്രമല്ല, ഇത് ചട്ടപ്രകാരം ഇതിനകത്ത് കോണ്ടക്ട് റൂൾ അനുസരിച്ചുള്ള വയലേഷനുണ്ട്. അതാണ് ഞാൻ ഡിസിപ്ലിനറി അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അതായത് നോക്കൂ, ഇദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. ഇത് പ്രോപ്പർട്ടീസ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അനവധി പ്രോപ്പർട്ടീസ് പറയാത്തത് ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ 1/3 എന്ന് മാത്രം പറയുന്നിടത്തുനിന്ന് ഹീ ഈസ് ഹോൾഡിങ് ദ ഹോൾ തിങ്. ഹി ഹാസ് ട്രാൻസാക്റ്റഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഇതൊന്നും കൂടാതെ ഒരു വരുമാനമില്ല എന്ന് പറഞ്ഞെടുത്ത് വ്യവസായ സ്ഥാപനം വരെ തുടങ്ങിയിരിക്കുന്നു. വേറൊരു വ്യക്തിയായിട്ട് അതിൻ്റെ ലീസ് ഡോക്യുമെൻ്റ് വരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, സർവേ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരുടെ കയ്യിലുള്ളതിന് കടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം എല്ലാ വർഷവും സർക്കാരിൽ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരും വെരിഫൈ ചെയ്തില്ല. അപ്പോൾ ഇത് വെരിഫൈ ചെയ്ത ഒരാൾ പരാതി കൊടുത്തു. അതിൻ്റെ ബേസിലാണ് ഞാൻ പറഞ്ഞത് ഓക്കെ, ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കൂ. കാരണം ഞാനൊരു കേവലം ഒരു ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് ഇട്ടതിനെ വളച്ചൊടിച്ചിട്ടാണല്ലോ ഒരു വർഷമായിട്ട് ഞാൻ ഇരിക്കുന്നത്. താങ്കളുടെ സസ്പെൻഷൻ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു റീസൺ എന്തായിരുന്നു? ഇത് തന്നെ, അതായത് ജയതിലകിനെയും ഡോക്ടർ ജയതിലകിനെയും ഗോപാലകൃഷ്ണനെയും അപമാനിച്ചു എന്നാണ്. സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചു എന്നുള്ളതാണ് റീസൺ ആയിട്ട് പറയുന്നത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വേറെ റീസൺസ് ഒന്നുമില്ല? വേറെ താങ്കൾക്കെതിരെ എന്തെങ്കിലും അലിഗേഷൻസ് അവരുടെ ഭാഗത്തുണ്ടോ, പരാതിയോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും അവർ പരാതിപ്പെട്ടിട്ട് പോലുമില്ല. ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല, പരാതി പോലും ഇല്ലാതെ എങ്ങനെയാണ് ഇത്. താങ്കൾ ഒരു നിയമ വിദ്യാർത്ഥിയാണ്, എന്നും നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. കാരണം ഞാൻ എന്നും നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല? നല്ല ചോദ്യം. എല്ലാവരും പറയുന്നതും അതാണ്. നേരെ എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല? അതാണ് ഈ കോടതിയിൽ പോവാന്ന് എന്നാ താൻ പോയി കേസ് കൊടു എന്ന് പറയുന്നതിൻ്റെ ഒരു ധ്വനിയുണ്ട് അതിനകത്ത്. അതായത് ഞാൻ നിരന്തരം തോന്നിയാസം കാണിച്ചുകൊണ്ടേയിരിക്കും, നിയമലംഘനം നടത്തിക്കൊണ്ടേയിരിക്കും, എന്നാ താൻ പോയി കേസ് കൊടു. അതിൽ വീണു പോവാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഒരേ ഒരു ഡിഫറെൻറ്റ് തിങ്. വൈ ഇപ്പം എന്തുകൊണ്ടെന്ന് ചോദിക്കണ്ടല്ലോ. ദാറ്റ് ഈസ് ദ ആൻസർ. ദാറ്റ് ഈസ് പ്രിസൈസ്ലി ദ ആൻസർ. ഞാൻ കോടതിയിൽ ചുമ്മാ പോയിട്ട് അതിന് റെമഡി മേടിച്ചിരുന്നെങ്കിൽ പബ്ലിക്കിന് അറിയുമായിരുന്നു ഇതൊക്കെയാണ് നടക്കുന്നതെന്ന്. പബ്ലിക് ഇത് അറിയണ്ടേ? ഓക്കെ, ഞാൻ ഇപ്പോൾ കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സബ് ജുഡീഷ്യൽ വിഷയത്തിൽ ഞാൻ സംസാരിക്കില്ലല്ലോ. അവർക്കും അതാണ് വേണ്ടത്. ഇതൊന്നും ആരും അറിയരുത്. പക്ഷേ ഞാൻ പറയുന്നത് ആൾക്കാർ അറിയട്ടെ എന്ന്. കാരണം ജനങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല അല്ലേ? ഞാൻ സബ് ജുഡീസ് ആയത് ഞാൻ സംസാരിക്കില്ലല്ലോ. ഞാൻ പിന്നെ മിണ്ടായിരിക്കില്ലേ? അപ്പോൾ മിണ്ടായിരിക്കേണ്ടതാണ് ഇവരുടെ ആവശ്യം. എന്താ മിണ്ടാതിരിക്കണം? ഇപ്പം നിരന്തരം ഓരോ ഡിസിപ്ലിനറി ആക്ഷനും എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ മിണ്ടി എന്നുള്ളതാണ് പ്രശ്നം. ഒരു 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 ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരൻ മിണ്ടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ വല്ല അഴിമതി കാണിച്ചോ, വല്ല കൈക്കൂലി മേടിച്ചോ, എന്തെങ്കിലും ചട്ടവിരുദ്ധമായിട്ട് ചെയ്തോ, ചട്ടപ്രകാരം ചെയ്യണമെന്നും അഴിമതിക്കെതിരെ നടപടിയെടുക്കണമെന്നും ഫയലിൽ എഴുതി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി പിന്നെന്താണ്, ഞാൻ സംസാരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, അതൊരു പ്രയോഗമാണ്, ഒരു സിനിമയിലുള്ളൊരു ഡയലോഗാണ്. ഈ അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ, അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രധാനമന്ത്രിയാവുമോ? ഇല്ലല്ലോ. ഇപ്പോൾ ഇറ്റ്സ് എ പ്രയോഗം. ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആരെയാണോ സംശയിക്കുന്നത് അതല്ല
വേറെയാണ്. അതല്ലേ മാടമ്പള്ളിയിലെ മനോരോഗി നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താണ് സുഭദ്രയല്ല മറ്റേ ആളെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റോറി. അത് ആ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത് ആ മലയാളം ഭാഷയും അതിൻ്റെ ഒരു പ്രയോഗവുമാണ്. സിനിമ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഒന്നും മനസ്സിലാവാത്തവർക്ക് മാടമ്പള്ളിയിലെ ചിത്രരോഗി എന്ന് പറഞ്ഞാൽ ആഹാ എന്നെ ചിത്രരോഗി എന്ന് വിളിച്ചോ എന്ന് തോന്നാം, ഒഫൻഡഡ് ആവാം. ഇനി ഒഫൻഡഡ് ആയാൽ പോലും അതങ്ങ് സഹിക്കാന്നേ പറ്റുള്ളൂ. കാരണം ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 19(1)A പ്രകാരം നമുക്കുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടല്ലോ, ഇറ്റ്സ് ഓൾസോ ദ ഫ്രീഡം ടു ഒഫൻഡ്. ഒഫൻഡ് ചെയ്തിട്ട് ആർക്കെങ്കിലും വിഷമം തോന്നിയാലും, ഇപ്പം എനിക്ക് വിഷമം തോന്നിയെന്ന് വിചാരിച്ചോ, എന്നെ എന്തെങ്കിലും പറഞ്ഞു, അതിന് നടപടിയെടുക്കേണ്ട ഞാനാണ് കോടതിയിൽ പോകേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഡോക്ടർ ജയതിലകനാണ് വിഷമം തോന്നിയെങ്കിൽ ഹീ ഈസ് ദ വൺ ഹൂ ഷുഡ് ബി ഗോയിങ് ടു കോർട്ട്. അല്ലാതെ പുള്ളി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തിട്ട് എനിക്ക് വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ സർക്കാർ സംവിധാനം ഉപയോഗിച്ചിട്ട് നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ ഒരു ടോട്ടലി അൺഫെയർ എന്ന് മാത്രമല്ല ഈ റൂൾ ഓഫ് ലോയിനെ മൊത്തത്തിൽ പരിഹസിക്കുന്ന പോലെ ആയി പോവില്ലേ. എഗെയിൻ ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. ഒരു ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലത്തെ ഒരു പ്രയോഗമാണ്. ഇതിന് സസ്പെൻഷനിൽ നിൽക്കുന്നു ഞാൻ. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ട് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് അഫിഡവിറ്റും ഇതുമൊക്കെ സമർപ്പിച്ച ഒരു വ്യക്തി ആണ് ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഏതാണ് കൂടുതൽ തീവ്രത? ഓക്കെ, പക്ഷേ ഒരു 6 മാസത്തേക്കും കൂടി ഇപ്പം സസ്പെൻഷൻ നീട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു കത്തിൽ പറയുന്ന റീസൺ എന്താണ്? ഇപ്പം സെയിം റീസൺ ആണോ അതോ? നിയമപ്രകാരം 1 വർഷത്തിൽ കൂടുതലൊന്നും പറ്റില്ല. ഒന്നൊന്നുമല്ല, ശരിക്കും 6 മാസത്തിൽ കൂടുതൽ പോലും പറ്റില്ല. അപ്പോൾ എഗെയിൻ റിപ്പീറ്റഡ്ലി റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്കൾ വീണ്ടും ഫേസ്ബുക്കിൽ ഇടുന്നൊക്കെ ഇവർ റീസൺ ആയിട്ട് കാണിക്കുകയാണോ? അതെ. ഓക്കെ, അത് വെച്ചിട്ട് അത് വളരെ ബാലിശമായിട്ടുള്ള. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണം കണ്ടു. ഞാൻ പുകഴ്ത്തിയിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടത്, നല്ലത് പറഞ്ഞിട്ടായിട്ടത്. സർക്കാസമായിട്ട് തോന്നിയോ? സർക്കാസമായിട്ട് തോന്നി. ഇനി സർക്കാസം ആണെങ്കിൽ തന്നെ എനിക്കറിയില്ല. സർക്കാസം ആണെങ്കിൽ എന്താണ്, ക്രിറ്റിസിസവും കളിയാക്കലും ഇതൊക്കെ അങ്ങ് തൊട്ടാവാടികളായി പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇൻടോളറൻസ് ടു എനി സോർട്ട് ഓഫ് ക്രിറ്റിസിസം. ഇത് ഈസ് എ സൈൻ ഓഫ് ഫാസിസം. നമ്മൾ പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ മിണ്ടാൻ പാടില്ല എന്നൊരു ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും അങ്ങനെയുണ്ടോ? സോഷ്യൽ മീഡിയ ഉപയോഗത്തിനൊക്കെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞു ഇല്ലീഗലാണ്, ഒക്കെ ഇല്ലീഗലാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഹയറാർക്കി ഓഫ് ലോ എന്ന് പറഞ്ഞ ഒരു ഫണ്ടമെന്റൽ സാധനം ഉണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും മേലെ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 19(1)A വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് തന്നു. എന്നിട്ട് 19(2)നകത്ത് പറയാണ് ഇന്ന കാരണങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് കൺട്രോൾ ചെയ്യാം എന്നാണ് വളരെ ക്ലീനായി. ഇപ്പോൾ ആർട്ടിക്കിൾ 19(2) എടുത്ത് വായിച്ചാൽ പോരെ. 19(2)ൽ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇത്, അല്ലെങ്കിൽ ക്രൈം ഇൻസൈറ്റ് ചെയ്യുക, നമ്മളൊരു ക്രൈം ചെയ്യാൻ പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ ഡിഫമേഷൻ, ഇങ്ങനെ കൃത്യം അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ സെക്യൂരിറ്റി, ഇത്തരം കാര്യങ്ങൾക്കാണ് 19(2) പ്രകാരം റെസ്ട്രിക്ഷൻ. ഈ 19(2) പ്രകാരം അല്ലാതെ ഒരു പൗരൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു പരിപാടിയില്ല. യു കാൺ ഡു ഇറ്റ്. അപ്പോഴാണ് ഇതിൽ ഏറ്റവും താഴെയുള്ള, ഞാനില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം, അസംബ്ലി പാസ്സാക്കുന്ന നിയമം, അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവ്, അതെല്ലാം കഴിഞ്ഞിട്ട് താഴെ വെറും കേവലം ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു സാധാ നോട്ടീസാണിത്. മനസ്സിലായി. ഇത് വെച്ചിട്ട് നിങ്ങൾ ഭരണഘടനയെ ഓവർ റൂൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മനസ്സിലായി. അതായത് നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ അഭിപ്രായം പറയരുത്. 19(2)നകത്ത് ഡോക്ടർ ജയതിലകിനെ ക്രിറ്റിസൈസ് ചെയ്യരുതെന്ന് എവിടെ എഴുതിയിട്ടില്ല. മറ്റ് IAS ഓഫീസേഴ്സിനെ ക്രിറ്റിസൈസ് ചെയ്യരുതെന്ന് എഴുതിയിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയെപ്പറ്റി സംസാരിക്കരുതെന്ന് പറഞ്ഞില്ല. ഒന്നാമത് ഉദ്യോഗസ്ഥനും സർക്കാരും ഒന്നല്ല.